അല്ല ഞാൻ പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തും. ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിനിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിങ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ ചെവിട് പിടിക്കും, പണിതവൻ്റെ ആ ചെവിട് പിടുത്തം ഗവൺമെൻറ്റും തുടരും. അത്രേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ധാരണകൾക്കും അവരവരുടെ രീതികൾക്കും അനുസരിച്ച് പറയും. അതിനെക്കുറിച്ച് അനാവശ്യമായ ഒരു വിവാദവും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ദുരന്തബാധിതരുടെ തലയിലൂടെ അനാവശ്യമായ അപകടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമായിരിക്കും. ആരെങ്ങോട്ട് പറഞ്ഞാലും ഒരു തരത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഞാൻ എൻ്റെ അഭിപ്രായത്തിന് വിരാമം ഇടുന്നു. അതിനെക്കുറിച്ച് വീണ്ടും ഒരു അഭിപ്രായം ഞാൻ മുതിർന്നു.